പലപ്പോഴും പല ബിസിനസ് ഓണേഴ്സിനുള്ള ഡൗട്ടാണ് അവർ ഡെയിലി ലൈഫിൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ ട്രാൻസാക്ഷൻസ് നോക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. വലിയ വലിയ കോർപ്പറേഷൻസും എൻറ്റിറ്റീസും ഒക്കെ ആകുമ്പോൾ അതിന് സെപ്പറേറ്റ് ആയിട്ട് ഓരോരോ പേഴ്സൺസ് ഉണ്ടാകും റെസ്പോൺസിബിളായിട്ട്. അപ്പോൾ സാധാരണക്കാരനായ ഓണേഴ്സിന് ഇതിനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഫിനാൻഷ്യൽ ലിറ്ററസി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അവർക്കൊരു സജഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മെയിനായിട്ട് നോക്കാൻ പറ്റുന്നത് ഫസ്റ്റ് തിങ് ഡേ ബുക്കാണ്. ഡേ ബുക്ക് എന്ന് പറഞ്ഞ ഒരു ഡെയിലി ബിസിനസ് ട്രാൻസാക്ഷൻ, അതായത് ഒരു ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ബിസിനസ്സിൽ നടന്നു എന്നുള്ളത് കൃത്യമായിട്ട് സമ്മറൈസ് ചെയ്ത് കിട്ടും. രണ്ടാമത്തത് ക്യാഷ് ബുക്കാണ്, അതായത് ബിസിനസ്സിൽ നിന്ന് എന്തൊക്കെ മണീസ് പോയി, അതേപോലെ തന്നെ എത്ര രൂപ നമുക്ക് പൈസയായിട്ട് തിരിച്ചു വന്നു എന്നുള്ളത് ക്യാഷ് ബുക്കിലുണ്ടാവും. അതേപോലെ തന്നെ ബിസിനസ്സിൻ്റെ ക്യാഷ് ബാലൻസ് അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് അതിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ മൂന്നാമത്തത് നമ്മുടെ ലയബിലിറ്റീസാണ്. ഒരു ദിവസം എൻ്റെയും നമുക്ക് എന്തൊക്കെ ലയബിലിറ്റീസ് ഉണ്ട്, ചിലപ്പോൾ ക്രെഡിറ്റേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഉടനെ തന്നെ ലോൺ റീപേയ്മെൻറ്റ് എന്തെങ്കിലും ഡ്യൂ ആയിട്ടുണ്ടാവും. അപ്പോൾ ഫണ്ട് വേണമെങ്കിൽ ഫണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും, അല്ലെങ്കിൽ ഒരുപാട് ഫണ്ട് നമുക്ക് റിക്വയർമെൻറ്റ് ഇല്ലാണ്ട് അതിൽ ബിസിനസ്സിൽ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വിഡ്രോ ചെയ്യാനും എന്തായിരിക്കും ഹെൽപ്ഫുൾ ആയിരിക്കും ഇത് അസസ് ചെയ്യുന്നത്. പിന്നെ നാലാമത്തെ സ്റ്റോക്കാണ്. നമ്മുടെ സ്റ്റോക്ക് ബാലൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണോ, വെറുതെ നമ്മൾ സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്ത് വെക്കുന്നുണ്ടോ, അല്ലെങ്കിൽ സ്റ്റോക്ക് കുറഞ്ഞുകൊണ്ടിരിക്കണം, അതായത് നമുക്കൊരു സെയിൽ നടക്കാൻ പറ്റാത്ത രീതിയിലേക്ക് സ്റ്റോക്ക് കുറയണോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലൂടെ അസസ് ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് ഓണർ ഈ 4 കാര്യങ്ങൾ എന്തായാലും ചെക്ക് ചെയ്തിരിക്കണം. അറ്റ്ലീസ്റ്റ് ഇനി ഡെയിലി പറ്റില്ലെങ്കിൽ വീക്കിലി എങ്കിലും അസസ് ചെയ്താലേ അയാളുടെ ബിസിനസ് എങ്ങോട്ട് പോകുന്നുണ്ടെന്നുള്ള അയാൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ ഈ 4 കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ബിസിനസ്സിന്.